ഇന്ന് മാട്ടുപൊങ്കൽ. മനുഷ്യനോടൊപ്പം കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന മാടുകൾക്ക് പ്രത്യേക പരിഗണന നൽകി അവയെ ആദരിക്കുകയാണ് ഈ ദിനത്തിൽ. തമിഴ്നാട്ടിലെമ്പാടും മാട്ടുപൊങ്കലിന്റെ ആവേശം അലയടിക്കുകയാണ്. റിപ്പോർട്ട് കാണാം. കേരളത്തിലെ ഓണാഘോഷത്തിന് തുല്യമായ ആഹ്ലാദാരവമാണ് തമിഴ്നാട്ടിലെ പൊങ്കൽ ദിവസങ്ങൾ. പൊങ്കലാരവങ്ങളുടെ ചുവട് പിടിച്ച് ഇടുക്കി ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളും ചമയങ്ങൾക്കൊട്ടും കുറവില്ലാത്ത ആഘോഷത്തിലാണ്. ഇന്നലെ തൈപ്പൊങ്കൽ സമുചിതമായി ആചരിച്ചു. വർണ്ണാഭമായ കോലങ്ങളും പൊങ്കലിന്റെ പ്രത്യേകതയാണ്. മൂന്നാം ദിവസമായ ഇന്ന് മാട്ടുപൊങ്കലാണ്. കന്നുകാലികൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ദിവസം. ദക്ഷിണേന്ത്യയിലെ ഉന്നതമായ കാർഷിക സംസ്കാരത്തിന്റെ ഉത്തമ നിദർശനമാണ് ഈ ഉത്സവ ദിനം. മനുഷ്യനോടൊപ്പം കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന കന്നുകാലികൾക്കായാണ് ഇന്നത്തെ ഉത്സവം. വീടുകളിലുള്ള കന്നുകാലികളെ കുളിപ്പിച്ച് മഞ്ഞളും കുങ്കുമവും പൂശി കഴുത്തിൽ മാലയും ചെറിയ മണികളും കെട്ടി കൊമ്പുകളിൽ പലതരത്തിലുള്ള ചായമണിയിക്കും. അലങ്കരിച്ച കന്നുകാലികളെ വാദ്യഘോഷങ്ങളോടെ കളപ്പുരയ്ക്ക് ചുറ്റും തെരുവിലൂടെയും നടത്തും. തമിഴ്നാട് തേനി ജില്ലയിലെ ശ്രീ നന്ദഗോപാലൻ തമ്പുരാൻ മാട്ടുത്തൊഴിൽ ക്ഷേത്രത്തിലെ പൊങ്കലാഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനം മാട്ടുപൊങ്കലാണ്. தமிழ்நாட்டில் இருக்கக்கூடிய நந்தகோபாலன் கோயில் தான். இங்கே 550 மாட்டிலிருந்து எந்த மாட்டு வீட்டுக்குமே பால் கறக்க மாட்டாங்க. இங்கே இந்த மாட்டுப்பொங்கல் அன்னைக்கு என்ன நடக்கும்னா, இங்கே தேனி மாவட்டத்தில் இருக்கிற அத்தனை மக்களும் இங்கே வந்து இந்த மாட்டை சாமி கும்பிட்டுட்டு அதுக்கப்புறம் போய் அடுத்த வருஷத்துக்கான விவசாயத்தை பார்ப்பாங்க. ஏன்னா ஒரு விவசாயிக்கு முக்கியமான பொருள்னு பார்த்தீங்கன்னா மாடு தான். ஸோ அதனால் வேண்டி தான் இங்கே வந்து இந்த மாட்டை வணங்கிட்டு அந்த வருஷம் ஃபுல்லாக போய் அவங்க விவசாயம் பண்ணுவாங்க. ക്ഷേത്രത്തിൽ അലങ്കരിച്ചെത്തുന്ന മാടുകളിൽ ഒരു മാടിനെ രാജാമാട് അഥവാ പട്ടത്തുകാളയായി പരിഗണിച്ച് പ്രത്യേക വഴിപാടുകൾ നടത്തും. ഗോപൂജയും ഇവിടെ പ്രധാനമാണ്. നാളെയാണ് 4ാം ദിവസത്തെ കാണപ്പൊങ്കൽ അഥവാ പൂപ്പൊങ്കൽ. മനുഷ്യനോടൊപ്പം അധ്വാനിക്കുന്ന മാടുകളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുകയാണ് ഈ മാട്ടുപൊങ്കൽ ദിനത്തിൽ. കമ്പത്തെ ബാലഗോപാലൻ തമ്പുരാൻ മാട്ടുത്തൊഴിൽ ക്ഷേത്രത്തിനരികിൽ നിന്നും ക്യാമറമാൻ സിജോയ്ക്കൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.